എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വ്ലോഗവും കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്നുള്ളത് നമ്മൾ ഓൾഡ് എയർപോർട്ടിലുള്ള ഓൾഡ് സീ പോർട്ടിലുള്ള ഒരു വലിയൊരു അക്വേറിയത്തിലേക്കാണ് കയറി. നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ അറിയാം. ഒരു ഹെവി, അത്രയും വലിപ്പമുള്ള ഒരു അക്വേറിയാണ്. അതിൽ കടലിലുള്ള മിക്ക മത്സ്യങ്ങളും അതിനകത്തുണ്ടെന്നുള്ളതാണ്. കാരണം ഇതിൽ ഇത്രയും നമുക്ക് ഗ്ലാസിൻ്റെ കട്ടി കാരണം ഇത്രയും നമുക്ക് ക്യാമറയിൽ കിട്ടുള്ളൂ. നമുക്ക് എനിക്ക് ആദ്യമേ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇതൊക്കെ എങ്ങനെ ഒരു അക്വേറിയത്തിൽ ഉണ്ടാവുമോ എന്നുള്ളതാണ്. നമ്മൾ കടലിൽ എന്തൊക്കെ ഉണ്ടോ, സ്രാവ് തൊട്ടിട്ടുള്ള മത്സ്യങ്ങൾ ഇതിനകത്ത് കാണുന്നുണ്ട്. എന്നാലും വളരെ വൃത്തിയായി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടുന്ന് ആരോ പറഞ്ഞു ഒറിജിനലാണെന്ന് മാത്രമല്ല, അതിന് ഫിഷ് കൊടുക്കുന്ന ഒരു ഫുഡ് കൊടുക്കുന്ന ഒരു സമയമുണ്ട്. അതൊക്കെ വന്ന് ആ സമയത്തൊക്കെ വരികയാണെങ്കിൽ കാണാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ രാത്രി സമയത്താണ് ചെന്നത്. എല്ലാ മത്സ്യങ്ങളും ഉണ്ട്. പേരറിയില്ല. കടലിലുള്ള മിക്ക മത്സ്യങ്ങളും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ദോഹയിൽ വരികയാണെങ്കിൽ കോർണീഷിലുള്ള ഓൾഡ് സീ പോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ അക്വേറിയം കാണാം. ഈ അക്വേറിയത്തിൽ ഇതാണ് ഈ സീ പോർട്ട്. ഇപ്പോഴത്തെ ഈ ഓൾഡ് സീ പോർട്ടിൻ്റെ ഒരു പ്രത്യേകത കാണാനിത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും കപ്പലുകൾ വന്ന് ആളിറക്കി പോകുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രാച്ചുറൽ അറൈവൽ ഇതൊക്കെ കാണുന്നുണ്ട്. എന്തായാലും നല്ലൊരു കാഴ്ചയാണ് നമുക്ക്. എന്തായാലും എല്ലാവരും വരണം, അത് കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വന്നു കഴിഞ്ഞാൽ ഓരോ സമയങ്ങളും ഓരോ കാഴ്ചകളും ഓരോ അനുഭവങ്ങളും നമുക്ക് ഒരു പ്രത്യേക, ഓരോ കാഴ്ചകളും ഓരോ പ്രത്യേക അനുഭവങ്ങളാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എങ്കിലേ പുതിയ പുതിയ കാഴ്ചകളായിട്ട് പോകാൻ കഴിയുള്ളൂ. ഒരു പ്രോത്സാഹനമാണ് നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ ഷെയറും സബ്സ്ക്രൈബും. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ. ഒരിക്കൽ കൂടി ബൈ.